അർജന്റീന ആരാധകരെ സംബന്ധിച്ച് ഏറെ നിരാശ നൽകിയ ഒരു മത്സരമായിരുന്നു സ്പെയിൻ അർജന്റീന ഫൈനൽ മത്സരം. അർജന്റീനയ്ക്ക് ഒന്നും തന്നെ മത്സരത്തിൽ ചെയ്യാൻ സാധിച്ചില്ല. മത്സരം മുഴുവനും സ്പെയിൻ്റെ കൺട്രോളിൽ തന്നെയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് അർജന്റീനയ്ക്ക് റിവെഞ്ച് എടുക്കാൻ പറ്റിയ ഒരു അവസരമാണ് മുന്നിൽ വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ ഒരു വർഷം തുടക്കം അർജന്റീന സ്പെയിൻ ഫൈനലിസ്മ പോരാട്ടം നടക്കേണ്ടതായിരുന്നു. എന്നാൽ യുദ്ധം കാരണം ഫൈനലിസ്മ നടക്കാതെ പോവുകയായിരുന്നു. ആ ഒരു യുദ്ധം കാരണം കൊണ്ട് തന്നെ ഫൈനലിസ്മ ക്യാൻസൽ ചെയ്യുകയായിരുന്നു. ESPN റിപ്പോർട്ട് അനുസരിച്ച് സ്പെയിനും അർജന്റീനയും തമ്മിലുള്ള ഫൈനലിസ്മ മത്സരം ഈ വർഷം നവംബറിൽ തന്നെ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യം ഈ ഒരു മത്സരം മാർച്ചിൽ ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ യുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെ അത് റദ്ദാക്കുകയും വേൾഡ് കപ്പ് ഫൈനലിന് പിന്നാലെ മത്സരം നവംബറിൽ ഖത്തറിൽ വെച്ച് തന്നെ നടത്താനുള്ള ചർച്ചകൾ വീണ്ടും ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്നാൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നം, നവംബറിൽ സ്പെയിന് നേഷൻസ് ലീഗ് മത്സരങ്ങളുണ്ട്. അതാണ് ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. അടുത്തൊരു വാർത്ത, സ്പെയിൻ അർജന്റീന ഫൈനൽ മത്സരത്തിന് ശേഷം സ്പാനിഷ് താരങ്ങളും അർജന്റീൻ താരങ്ങളും തമ്മിൽ കയ്യാങ്കളിയിൽ ഏർപ്പെട്ടിരുന്നു. ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടപ്പോൾ സ്പാനിഷ് താരമായിട്ടുള്ള ഗാവി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. വേൾഡ് കപ്പ് ഫൈനലിലെ വാക്കേറ്റങ്ങൾക്ക് ശേഷം അർജന്റീന താരങ്ങളെ സസ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് കുട്ടികൾക്ക് നല്ലൊരു മാതൃകയല്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഫുട്ബോളിന് എപ്പോഴും കുറച്ചുകൂടി അഗ്രസീവായ ഒരു വശം കൂടിയുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ അവിടെ സംഭവിച്ചതെല്ലാം ഫുട്ബോളിൻ്റെ ഭാഗമാണ്. എൻ്റെ അഭിപ്രായത്തിൽ കളി അങ്ങനെയായിരുന്നു, എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യുമെന്നും ഗാവി കൂട്ടിച്ചേർത്തു. മത്സരത്തിന് ശേഷം വലിയൊരു വിവാദമായ ഒരു ഇൻസിഡന്റിനെ കുറിച്ചാണ് ഇപ്പോൾ ഗാവി വ്യക്തമാക്കിയിരിക്കുന്നത്. അതെല്ലാം ഫുട്ബോളിൻ്റെ ഒരു ഭാഗമാണ് എന്നും അർജന്റീന താരങ്ങളെ സസ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നുമാണ് ഗാവി പറയുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.